ഇസ്രായേലിൻ്റെ രാജ്യരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുറിനെ വധിക്കാൻ തുർക്കി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പത്രങ്ങളും മീഡിയകളും ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ മന്ത്രിയെ ശ്രമിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഒത്താശ ചെയ്തത് എന്ന തരത്തിലാണ് അവരിപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതോടുകൂടി ഇത് വലിയ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇപ്പോഴാണ് അതിന് വിവാദമായിരിക്കുന്ന ഒരു ചൂട് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് 2-3 കാര്യങ്ങൾ ഇസ്രായേൽ നിരത്തി തന്നെ പറയുന്നുണ്ട്. അതിലൊന്ന്, തുർക്കിയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ തങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതും ഹമാസ് സംഘങ്ങളുമായി തുർക്കിയിലെ ചില പ്രാദേശിക സംഘടനയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നതിനാൽ വളരെ കൃത്യതയോടുകൂടി മിസൈൽ പായിച്ചുകൊണ്ട് ഇറ്റാമിർ ബെൻഗുറിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് അവർ സ്ഥാപിക്കുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: UN സഭയിലുള്ള അംഗത്വം ഇസ്രായേലിൻ്റെത് റദ്ദ് ചെയ്യണമെന്ന് ഔദ്യോഗികപരമായ രീതിയിൽ അന്താരാഷ്ട്ര വേദിയിൽ പറഞ്ഞ രാജ്യമാണ് തുർക്കി. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും തങ്ങളുടെ അംബാസഡറോട് രാജ്യം വിട്ടു പോകാനും പറഞ്ഞ രാജ്യമാണ് തുർക്കി. ഇപ്പോൾ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, തുർക്കിയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ സേവനങ്ങൾ, അതായത് ഈ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളോ ബോട്ടുകളോ മറ്റെന്തെങ്കിലും സർവീസുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായ രീതിയിൽ അവർ തടയും എന്ന് പറഞ്ഞു. UN സഭയിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീകരവാദികളുടെ നേതാവാണ് എന്നുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇങ്ങനെ സർവ്വമേഖലയിലും അനവസരത്തിലും തങ്ങളുടെ രാജ്യ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയും ചെയ്യുന്ന തുർക്കിയെ തങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എന്ന് ചില റിപ്പോർട്ടിൽ പറയുന്നു, ചില റിപ്പോർട്ടിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എന്ന് പറയുന്നു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: വെസ്റ്റ് ബാങ്കിൻ്റെ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂത സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കുന്ന ഏരിയകളിൽ ഇറ്റാമിർ ബെൻഗുറിൻ സന്ദർശനം നടത്തുന്നതോടനുബന്ധിച്ച് മിസൈൽ പായിച്ചുകൊണ്ട് വധിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. എന്നാൽ ചില രഹസ്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും പ്രതികളെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തു. 4 പേരെ പിടികൂടുകയും അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് തുർക്കിയിൽ നിന്നുള്ള സഹായങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഔദ്യോഗികപരമായ രീതിയിൽ തങ്ങളിത് പറയുന്നത് എന്ന് വിശദീകരിച്ചു കൊണ്ടാണ് ഇസ്രായേൽ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും വളരെ കൃത്യതയോടുകൂടി ഏത് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തിയത് എന്നതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി വരികയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം. അതിന് തുർക്കി പറയുന്ന മറുപടി കെട്ടിച്ചമച്ച കഥയാണ് എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് യാതൊന്നുമില്ല. ഔദ്യോഗികമായിരിക്കുന്ന ഒരു സർക്കാർ ഏജൻസി അത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടില്ല എന്നുള്ളതും തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ഏതെങ്കിലും സംഘം അത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ തങ്ങളത് നിരീക്ഷിക്കുകയാണ്, തങ്ങളത് പഠിച്ചു വരികയാണ് എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ വിശകലനത്തിൻ്റെ ഭാഗമായിട്ടും രാഷ്ട്ര നേതാക്കന്മാർ തമ്മിലുള്ള പല ഈ ആശയ സംവാദത്തിൻ്റെ ഭാഗമായിട്ടും പറയുന്ന കാര്യം, ഇറാനെ പോലെ തന്നെ തീവ്രമായിരിക്കുന്ന ചിന്താഗതിയുള്ളവരാണ് തുർക്കികൾ. ഒരു കാലത്ത് ഖലീഫ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന തുർക്കി ഇപ്പോഴും ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ച നടത്തിയോടനുബന്ധിച്ച് അവർ വളരെ പ്രധാനമായിട്ട് വിശദീകരിച്ചിരിക്കുന്ന കാര്യം, ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് നീങ്ങാം എന്നതിനെ പറ്റിയാണ്. ഔദ്യോഗികപരമായ രീതിയിലുള്ളൊരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുനിന്നോ തുർക്കിയുടെ ഭാഗത്തുനിന്നോ പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഇതാണ് അതിൻ്റെ നിരീക്ഷണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുർക്കിയുടെ ഏതൊരു പ്രവർത്തന മേഖലയും സംശയത്തോടു കൂടി തന്നെയാണ് തങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. വരാൻ പോകുന്ന ദിവസങ്ങൾ കഠിനവും മാരകമായിരിക്കും എന്നുള്ളതായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രസ്താവിച്ചത്. നമ്മൾ കേൾക്കുകയും നമ്മൾ പറയുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചില നിലപാടുകളിൽ നിന്ന് വ്യതിചലനം ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും എന്നവർ പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധമുഖം ഇനി തുറക്കുകയാണ്. തീർച്ചയായിട്ടും ഇറാനോടൊപ്പം തുർക്കി ചേർന്ന് നിൽക്കും എന്ന് നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംഘം ഗസ എന്ന് പറയുന്ന പ്രദേശത്തോ ഫലസ്തീൻ്റെ ഏരിയകളിലോ ഒതുങ്ങുന്നതല്ലെന്നും ഇറാനിലും തുർക്കിയിലും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും അതിൻ്റെ പോഷക സംഘങ്ങളും പോഷക സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ആയതിനാൽ ഇത് വളരെ കൃത്യതയോടുകൂടി തങ്ങൾ നിരീക്ഷിക്കുകയാണ്. തങ്ങളുടെ മന്ത്രിമാരെയും ബന്ധപ്പെട്ട അധികാരികളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയും ബാധ്യതയുമാണ്. ആ ബാധ്യത അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ഇടപെടൽ മൂലം ഇല്ലാതാക്കാൻ തുർക്കി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ അതിന് പ്രതികരിക്കും എന്നുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭീഷണികളോ എതിർപ്പുകളോ വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ തങ്ങൾക്കതൊന്നും ഏശുന്ന കാര്യമൊന്നുമല്ല. തങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ നയങ്ങളും നിലപാടുകളുമുണ്ട്. അത് ആ നിലപാട് എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കാണ്, ഫലസ്തീൻ്റെ ഭാഗമാണ്. ആ ദേശത്തിൽ നിന്ന് ഇസ്രായേൽ വിട്ടുപോവുക എന്നുള്ളതാണ്. അവരെന്തിന് മറ്റൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ടി വരും. ആ ഇടപെടലുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് അംഗം കുറിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ തുർക്കിയും ഇസ്രായേലും മാറിയിരിക്കുന്നു. തുർക്കിയും ഇസ്രായേലും മാറിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതൊരു യുദ്ധത്തിന് ഒരു മുഖച്ഛായ പകരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്ര ഭരണാധികാരികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്കക്കുറി വെട്ടുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരിക്കുന്ന വിശദീകരണത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് ഇസ്രായേൽ പറയുന്നു. എന്നാൽ ഇസ്രായേലിനെ തൃപ്തരാക്കാൻ വേണ്ടി തങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നും തങ്ങൾ അതിനാളല്ലെന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ നയങ്ങളും നിലപാടുകളും മാത്രമാണ് പറഞ്ഞത് എന്ന് അതിന് മറുവിശദീകരണവും തുർക്കി നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ ഇറാനും തുർക്കിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഇത് വരാൻ പോകുന്ന ഭാവിയിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ ഒരു യുദ്ധമേഖല തുറക്കും എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.